പ്രിയമുള്ളവരെ, എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. കിഴക്കിൻ്റെ വെനീസ് നമ്മുടെ ആലപ്പുഴ കായലുകളാൽ, ജലാശയങ്ങളാൽ ജലസമൃദ്ധമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ സ്വന്തം ആലപ്പുഴ. ആലപ്പുഴയെക്കുറിച്ചറിയാൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ ഇതാ ഒരു സുവർണാവസരം. വരൂ, നമുക്ക് പോയി പങ്കാളികളാകാം. ചെറിയ വിവരണം, ആ സ്ഥലങ്ങളെ കുറിച്ച് ചെറിയ വിവരണം നൽകാറുണ്ട്. അതിപ്പോൾ ആരംഭിക്കുകയാണ്. നമ്മൾ ആലപ്പുഴയിലെ ഏറ്റവും പ്രസിദ്ധമായ പുന്നമടക്കായലിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേരുകയാണ്. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ പുന്നമടക്കായലിലേക്ക് എത്തിച്ചേരും. പുന്നമടക്കായലിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ്. ലോകപ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവം കേരളത്തിന്റെ ഒരു അഭിമാനമായ കായിക ഇവന്റായി ഇതിനോടൊക്കെ തന്നെ മാറിക്കഴിഞ്ഞാൽ നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്ന ആ റേസിംഗ് ട്രാക്കിലേക്ക്, വള്ളംകളി നടക്കുന്ന പുന്നമടക്കായലിന്റെ ഓളപ്പരപ്പിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേരുന്നത്. 1200 മീറ്ററാണ് ഈ റേസിംഗ് ട്രാക്കിന്റെ ദൈർഘ്യം. ആ റേസിംഗ് ട്രാക്കിൽ വള്ളംകളി വന്ന് അവസാനിക്കുന്ന, വള്ളംകളി ഫിനിഷ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേരും. ഫിനിഷ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിന്റെ പ്രാദേശിക നാമം ഫിനിഷിംഗ് പോയിന്റ് എന്ന് തന്നെയാണ്. ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ എത്തിച്ചേരും. നെഹ്റു ട്രോഫി ജലോത്സവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് ഈ ജലോത്സവം ഇവിടെ നടക്കുക. അന്നേ ദിവസം ലോക മലയാളികളുടെ മുഴുവൻ ശ്രദ്ധയും ഈ പുന്നമടക്കായൽ, നമ്മളിപ്പോൾ എത്തിച്ചേരുന്ന പുന്നമടക്കായലിന്റെ ഓളപ്പരപ്പിലേക്ക് എത്തുന്ന ദിനം കൂടിയാണ്. മലയാളത്തിലെ എല്ലാ മുഖ്യധാര ടെലിവിഷൻ മാധ്യമങ്ങളും അന്നേ ദിവസം രാവിലെ മുതൽ തന്നെ ഇവിടെ നിന്നും തത്സമയ സംപ്രേഷണം, ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. നിങ്ങളിൽ ചിലരെങ്കിലും നെഹ്റു ട്രോഫി ജലോത്സവം ടിവിയിലൂടെയൊക്കെ കണ്ടു കാണുമെന്ന് കരുതുകയാണ്. ആ നെഹ്റു ട്രോഫി ജലോത്സവം ടിവിയിലൂടെ നിങ്ങൾ കണ്ട ആ ഒരു നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്ന, ജലോത്സവം വള്ളംകളി വന്ന് അവസാനിക്കുന്ന ആ ഒരു മേഖലയിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേരുകയാണ്. ഫിനിഷിംഗ് പോയിന്റ്, ഈ സ്ഥലത്തിന്റെ പ്രാദേശിക നാമവും അതുകൊണ്ട് തന്നെ ഫിനിഷിംഗ് പോയിന്റ് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന മേഖലയാണ് നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്ന പുന്നമടക്കായലിലെ വള്ളംകളി വന്ന് അവസാനിക്കുന്ന ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഹൗസ് ബോട്ട് ടെർമിനലായി ഉപയോഗപ്പെടുത്തുകയാണ്. വള്ളംകളി നടക്കുന്ന ദിവസം ഈ ഹൗസ് ബോട്ടുകളെല്ലാം പൂർണ്ണമായും ഇവിടെ നിന്നും ഒഴിപ്പിക്കും. ജലോത്സവത്തിന് വേണ്ടി മാത്രമായി പുന്നമടക്കായൽ വിട്ടു നൽകും. ഇപ്പോൾ നമ്മൾ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഭാഗത്താണ് വള്ളംകളി അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന്റെ പ്രാദേശിക നാമം ഫിനിഷിംഗ് പോയിന്റ് എന്ന് തന്നെയാണ്. 2025 നടന്ന മത്സരത്തിലും അതിവാശിയേറിയ മത്സരത്തിൽ BBC കൈനഗരി എന്ന ക്ലബ്ബ് തുടങ്ങിയ ബിയ്യപുരം ചുണ്ടനാണ്. 1200 മീറ്ററാണ് ഈ റേസിംഗ് ട്രാക്കിന്റെ ദൈർഘ്യം. ബിയ്യപുരം ചുണ്ടനാണ് നെഹ്റു ട്രോഫി ജേതാക്കളായത്. 4 മിനിറ്റ് 21 സെക്കൻഡിലാണ് ആ ചുണ്ടൻ വള്ളം തുഴഞ്ഞെത്തിയത്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ജലകായിക മേള കൂടിയാണ് ഈ നെഹ്റു ട്രോഫി ജലോത്സവം. ഇപ്പോൾ വലതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ കളറിലൊരു പ്രതിമ നിങ്ങൾക്ക് കാണുവാനാകും. ഈ ദ്വീപ് പോലെ കാണുന്ന ഭാഗത്ത് ഗോൾഡൻ കളറിലൊരു പ്രതിമ കാണുവാൻ വരുന്ന VVIPകളില്ല. ഇന്ത്യയുടെ വിവിധ രാഷ്ട്രപതിമാർ, ക്രിക്കറ്റ് വികാസം സച്ചിൻ തെണ്ടുൽക്കർ, വിവിധ പ്രധാനമന്ത്രിമാർ, അങ്ങനെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കായിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന VVIPകളൊക്കെ വന്നിരുന്ന വള്ളംകളി കണ്ടിട്ടുള്ള നെഹ്റു പവലിയൻ വലത് ഭാഗത്ത് കാണാം. ഇപ്പോൾ അഴുക്ക് പിടിച്ചൊക്കെ കിടക്കുന്നെങ്കിലും വള്ളംകളിയോടനുബന്ധിച്ച് അത് പെയിന്റ് ചെയ്ത് മനോഹരമാക്കും. നെഹ്റു പവലിയൻ നമ്മൾ പിന്നിടുകയാണ്. ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച നിങ്ങൾക്ക് കാണുവാൻ, ലോകത്തിന് ആലപ്പുഴയിൽ മാത്രം കാണുവാൻ കഴിയുന്ന ഒരു കാഴ്ച കൂടിയാണത്. 100 കണക്കായ ഹൗസ് ബോട്ടുകൾ, പുരവഞ്ചികൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഹൗസ് ബോട്ടുകൾ വരി വരിയായി അടുങ്ങി കിടക്കുന്ന മനോഹരമായ കാഴ്ച ഇടത് ഭാഗത്ത് കാണാം. നമുക്കറിയാം, കേരള ടൂറിസം വ്യവസായത്തിന്റെ നട്ടെല്ലായി വർത്തിക്കുന്ന ഒരു മേഖലയാണ് ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് വ്യവസായം. ഒരു ദിവസം ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ, ആഭ്യന്തരവും വിദേശ വിനോദസഞ്ചാരികൾ രണ്ടും കൂടി കൂട്ടിയാൽ ഒരു ദിവസം 10,000-ന് മുകളിൽ വിനോദസഞ്ചാരികൾ ആലപ്പുഴയിൽ ഒരു ദിവസം വന്നു പോകുന്നുവെന്നാണ് സംസ്ഥാന ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക കണക്ക്. അതിന്റെ ഭാഗമായ വിനോദസഞ്ചാരികളെ സ്വീകരിച്ച് കായൽ കാഴ്ചകൾ കാണിക്കുന്നതിനായി ഒരു ദിവസം 2000-ലധികം
ദിനംപ്രതി എന്നോണം 2000-ലധികം ഹൗസ് ബോട്ടുകളാണ് ആലപ്പുഴയിൽ ദിനംപ്രതി എന്നോണം സർവീസ് നടത്തുന്നത്. ആ 2000 ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്തുന്നതിൽ ആലപ്പുഴയിലെ തന്നെ ഏറ്റവും വലിയ ഹൗസ് ബോട്ട് ടെർമിനലാണ് ഈ ഇടത് ഭാഗത്ത് നിങ്ങൾ കാണുവാനാകുക. ലോകത്തിൽ ആലപ്പുഴയിൽ മാത്രം കാണുവാൻ കഴിയുന്ന ഒരു കാഴ്ച കൂടിയാണ് ഈ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ വരിവരിയായി അടുങ്ങി കിടക്കുന്ന മനോഹരമായ കാഴ്ച. കയ്യിൽ ഫോണൊക്കെ ഉള്ളവർ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് ആ കാഴ്ച പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമ്മൾ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു ആലപ്പുഴയിലെ ഏറ്റവും വലിയ പുന്നമടക്കായൽ നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്ന പുന്നമടക്കായലിന്റെ ഓണപ്പരപ്പിലൂടെ ആ റേസിംഗ് ട്രാക്കിലൂടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലോത്സവം നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്ന ആ വള്ളംകളിയുടെ റേസിംഗ് ട്രാക്കിലൂടെ നമ്മൾ ഫിനിഷിംഗ് പോയിന്റ് പിന്നിട്ടു. സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണുവാനാകും. നെഹ്റു ട്രോഫി ജലമേളയുടെ ഒരു ചരിത്രത്തിലേക്ക് പോയാൽ 1952-ൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി പ്രിയപ്പെട്ട പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, പ്രിയപ്പെട്ട ചാച്ചാജി തന്റെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കോട്ടയത്ത് നിന്നും ജലമാർഗം ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. അന്നിവിടെ ആലപ്പുഴക്കാർ അദ്ദേഹത്തെ വരവേറ്റത് ഇവിടെ ഒരു വള്ളംകളി സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു. 1952-ൽ നടന്ന ആ വള്ളംകളിയിൽ വിജയിച്ച നടുഭാഗം എന്ന പേരുള്ള ചുണ്ടൻ വള്ളത്തിൽ പ്രധാനമന്ത്രി പ്രിയപ്പെട്ട പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ട് ആവേശത്തോടുകൂടി ചാടിക്കയറി ആഹ്ലാദ നൃത്തം ചവിട്ടി ആ തുഴച്ചിൽക്കാരോടൊപ്പം യാത്ര ചെയ്ത അതേ പുന്നമടക്കായലിന്റെ ഓണപ്പരപ്പിലൂടെയാണ് നമ്മളും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഡൽഹിയിലേക്ക് മടങ്ങിയ അദ്ദേഹം തന്റെ കയ്യൊപ്പോട് കൂടിയ സിഗ്നേച്ചർ പതിപ്പിച്ച ഒരു ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയിലുള്ള ഒരു വെള്ളിക്കപ്പ്, ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയിൽ പണി തീർത്ത് ഒരു വെള്ളിക്കപ്പ് ഇതിന്റെ സംഘാടകർക്ക് ഇവിടെ ആലപ്പുഴക്കാർക്കായി അയച്ചു കൊടുത്തുവെന്നും ചരിത്ര രേഖകൾ പറയുന്നു. പിന്നീട് ഇങ്ങോട്ട് ആദ്യം പ്രൈം മിനിസ്റ്റർ ട്രോഫി എന്ന പേരിലാണ് ഈ ടൂർണമെന്റ് അറിയപ്പെട്ടത്. പിന്നീട് നെഹ്റുവിന്റെ കാലശേഷം മരണശേഷമാണ് നെഹ്റു ട്രോഫി എന്ന പേരിൽ ഇന്നിപ്പോൾ കേരളത്തിന്റെ അഭിമാനമായ ലോകപ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവമായി ഈ വള്ളംകളി മാറിയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ജലകായിക ഇനം കൂടിയാണ് ഈ നെഹ്റു ട്രോഫി ജലമേള എന്നുള്ള കാര്യം കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഒരേ സമയം 100-ലധികം തുഴച്ചിൽക്കാരാണ് ഒരു ചുണ്ടൻ വള്ളത്തിൽ മാത്രം മത്സരിക്കുക. അങ്ങനെ വിവിധ ചുണ്ടൻ വള്ളങ്ങളിലായി, വിവിധ മത്സര വിഭാഗങ്ങളിലായി, വിവിധ വള്ളങ്ങളുടെ മത്സര വിഭാഗങ്ങൾ, വെപ്പ്, ഓടി, അങ്ങനെ വിവിധ മത്സര